ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റെസിൻ വെച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ കയ്യിലുള്ള റെസിൻ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് റെസിൻ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിലുള്ളത് 3:1 ആണ്. അപ്പോൾ ഞാൻ ചെറിയൊരു മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൽ 3 പ്രാവശ്യം റെസിനും 1 പ്രാവശ്യം ഹാർഡനറും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനകത്ത് ബബിൾസൊക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കും യൂസ് ചെയ്തിട്ട് വേണം റെസിൻ ആർട്ട് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പലർക്കും അത് അലർജി ഉണ്ടാക്കാറുണ്ട്, സ്കിൻ അലർജീസ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ തലവേദന ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ മാസ്ക് വയ്ക്കുന്നതും അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ കുറച്ച് റെസിൻ എടുത്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഫ്ലേക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബുക്ക് മാർക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് ചെറിയൊരു കോർണറിൽ ചെറുതായിട്ടൊരു ബോർഡർ പോലെ കൊടുക്കുകയാണ്. 2 കോർണറിലും അതുപോലെ തന്നെ സെൻറ്ററിലും ചെറിയൊരു ബോർഡർ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ മോൾഡ് വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു മോൾഡിൻ്റെ കൂടെ ഒരു 3 സെറ്റ് ബുക്ക് മാർക്കാണ് വരുന്നത്. ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ബുക്ക് മാർക്കിൻ്റെ മോൾഡ്. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം അതുപോലെ തന്നെ സ്മോൾ ആയിട്ടുള്ള ഒരു സൈസും കൂടെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗോൾഡൻ വെച്ചിട്ട് നമ്മൾ ബോർഡർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെസിൻ എടുത്തിട്ട് അതിലേക്ക് ഗിൽട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്ലൂ കളറ് ഗിൽട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗിൽട്ടർ ഞാൻ നേരത്തെ ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി കിറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കിറ്റിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ ഗിൽട്ടറായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഈ ബോർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഗോൾഡൻ കളർ ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗിൽട്ടർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് അല്ലെങ്കിൽ ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് പ്യുവറായിട്ടുള്ള റെസിൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂവിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഡ്രോപ്പ് മാത്രമേ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്യുവർ റെസിനിലേക്ക് ആ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കളർ മിക്സ് ചെയ്തതിൻ്റെ കൂടെ കുറച്ച് സിൽവർ കളർ മൈക്ക പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് ബ്ലെൻഡായിട്ട് കിട്ടും. അതിനുശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത റെസിന് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഡിസൈനിൻ്റെ ബാക്കിയുള്ള എംപ്റ്റി ആയിട്ടുള്ള ഏരിയയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ബോർഡർ ഡിസൈൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ റെസിൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ബ്ലെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഞാൻ ആദ്യം ഒഴിച്ച് വെച്ചിരുന്ന ആ ഗോൾഡിൻ്റെ ആ ഒരു ഇത് കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ബാക്കി ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഡ്രൈ ആവാൻ വെച്ചു. ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതിലേക്ക് 2 സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബി ഹോണസ്റ്റ് അതുപോലെ തന്നെ ഡ്രീം ബിഗ് എന്ന് എഴുതിയിട്ടുള്ള 2 സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗോൾഡൻ കളറിലായിരുന്നു ഈ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിത് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ വേർഡിങ്സ് ഒക്കെ ഉള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താലും മതിയാകും. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം അതിന് മേലേക്ക് ഒരു ലെയർ പ്യുവർ ആയിട്ടുള്ള റെസിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ ഇതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു ബുക്ക് മാർക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വാങ്ങിച്ച ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ മോൾഡ് ഓൾറെഡി അതിൽ ഹാങ്ങിങ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഹോള് കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഹാങ്ങിങ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ബുക്ക് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്ക് വീഡിയോ ആണിത്. റെസിൻ ആർട്ട് വർക്ക് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവരും ഹാപ്പിയായും പോസിറ്റീവായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.